നമസ്കാരം, ജനതാ ജേണൽ ന്യൂസിലേക്ക് സ്വാഗതം. 8-9 തീയതികളിൽ നടക്കുന്ന നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേളയോടനുബന്ധിച്ച് ചില വിശേഷങ്ങളാണ് മുസ്തഫ സർ, ഷെരീഫ് സർ, പ്രിൻസിപ്പൽ ജൂഡ് ലൂയിസ് സർ എന്നിവർ സംസാരിക്കുന്നു. നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ കായികമേള ഓഗസ്റ്റ് 8-9 തീയതികളിലായി നടക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മാത്രം 350ഓളം കുട്ടികൾ കായികമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. പട്ടാമ്പി ഉപജില്ലാ കായിക കിരീടം നേടിയെടുക്കുന്നതിനുള്ള തീവ്ര പരിശീലനത്തിലാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഉള്ളത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കായിക താരങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. ഓഗസ്റ്റ് 8-9 തീയതികളിലായി സ്കൂൾ തല സ്പോർട്സ് മത്സരം നടക്കുകയാണ്. 5 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ വിവിധ തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ അച്ചടക്കത്തോടെയും വളരെ കൃത്യതയോടെയും കൂടിയാണ് ഈ മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ അധ്യാപകരുടെയും പൂർണ്ണമായ സഹകരണം ഇവിടെ ഉണ്ട്. ഇവിടുത്തെ PTA അതുപോലെ തന്നെ അധ്യാപകരുടെയും പൂർണ്ണ സഹകരണം ഇതിലുണ്ട്. എങ്കിൽ പോലും കൃത്യമായി ഈ കാര്യങ്ങൾ നടന്നു പോകുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ജനതാ സ്പോർട്സ് നാളെയും മറ്റന്നാളും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുകയാണ്. വളരെ ആവേശത്തോടുകൂടിയാണ് കുട്ടികളും അധ്യാപകരും ഈ കായിക മേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 4 ഹൗസുകളായിട്ടാണ് മത്സരം നടക്കുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ. വളരെ ആവേശത്തിലാണ് ഹയർ സെക്കൻഡറിയിലെയും ഹൈസ്കൂളിലെയും UP സെഷനിലെയും കുട്ടികൾ വിവിധ കാറ്റഗറികളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലെ ജൂനിയർ, സീനിയർ വിഭാഗങ്ങളാണ് മത്സരിക്കുന്നത്. ഹയർ സെക്കൻഡറിയിൽ നിന്ന് തന്നെ ഏകദേശം 400-ലധികം കുട്ടികൾ ഈ മാമാങ്കത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഗ്രൗണ്ടിൽ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരും സ്പോർട്സ് അധ്യാപകരും മറ്റധ്യാപകരും അനധ്യാപകരും മുഴുവൻ കുട്ടികളും വളരെ ആവേശത്തിലും ഉത്സാഹത്തിലും ഈ മാമാങ്കം വളരെ ഭംഗിയാക്കേണ്ടതുണ്ട് എന്ന രൂപത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും നല്ല ഒരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എല്ലാവരും രംഗത്തുള്ളത്. ഈ ഒരു സ്പോർട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സബ് ജില്ലാ സ്പോർട്സ് നടക്കുന്നത്. അപ്പോൾ സബ് ജില്ലാ സ്പോർട്സിലേക്കുള്ള ഏറ്റവും വലിയ ഒരു കോച്ചിങ്ങും ട്രെയിനിങ് കൂടിയാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്കൂൾ സ്പോർട്സ്. സബ് ജില്ലാ സ്പോർട്സിൽ കൂടി ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പ് നേടണം, വിന്നറാകണം എന്നുള്ള വാശിയോടെയും ഉത്സാഹത്തോടും കൂടിയാണ് കുട്ടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു ആവേശവും ഉത്സാഹവും നമുക്ക് എല്ലാവരും കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ പേര് ഷെരീഫ്. ഞാൻ ഈ സ്കൂളിലെ കായിക അധ്യാപകനാണ്. നമ്മൾ ഈ സ്കൂളിലെ കായിക മാമാങ്കം, ഈ ഒരു വർഷത്തെ കായിക മാമാങ്കം 8, 9, 2 ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. വ്യാഴം വെള്ളി. വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് കായിക മാമാങ്കം തുടങ്ങുന്നത്. ഈ വർഷത്തെ സബ് ജില്ല അടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുഖ്യ ലക്ഷ്യം. അപ്പോൾ എന്തായാലും നമ്മൾ വളരെയധികം സജ്ജീകരണങ്ങളെല്ലാം നടത്തി കഴിയുന്നുണ്ട്. എല്ലാ ഗ്രൗണ്ടിൻ്റെ വർക്കുകളാണെങ്കിലും എല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജമ്പിങ് ബിറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള ത്രോസ്, ട്രാക്ക് എല്ലാം വളരെയധികം ആവേശത്തിൽ തന്നെയാണ്. നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എല്ലാ വർഷത്തെക്കാട്ടിലും നല്ല പാർട്ടിസിപ്പേഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് എല്ലാവരും ഭയങ്കര ആവേശത്തിൽ തന്നെയാണ്. നമ്മൾ കിഡീസ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നിങ്ങനെ 4 ഐറ്റത്തിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ പത്രമായ ജനതാ ജേണൽ പ്രിന്റ് മീഡിയയായും ഡിജിറ്റൽ മീഡിയയായും ഇറക്കുന്നുണ്ട്. ജനതാ ജേണൽ യൂട്യൂബ് ചാനലിലൂടെ ന്യൂസ് വീഡിയോകളും ജനതാ ജേണൽ പത്രത്തിലൂടെ റിപ്പോർട്ടുകളും ചിത്രങ്ങളുമാണ് പങ്കുവെക്കുന്നത്. കായിക മത്സരങ്ങളുടെ വിജയികളെ അറിയാനും അന്നന്നത്തെ വാർത്തകൾ അറിയാനും ഇതിലൂടെ സാധ്യമാകുന്നു. എല്ലാ കായിക മത്സര വിദ്യാർത്ഥികൾക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു.